ിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പോയാൽ ഇന്ന് എല്ലാ ഉമ്മമാരുടെയും ആഗ്രഹമാണ് മക്കൾക്ക് എല്ലാ വിഷയത്തിനും A+ കിട്ടണം. എന്തിനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എല്ലാ വിഷയത്തിനും A+ കിട്ടാൻ നിങ്ങൾ എന്തിനാണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ നിഷ്കളങ്കമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കി, എന്തിനാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്? മകന് നല്ല ജോലി കിട്ടാനും എന്റെ മകൻ നല്ല പഠിക്കുമെന്ന് സ്വയം അഭിമാനിക്കാനാണോ? അല്ല, നാട്ടുകാരെ കാണിക്കാനാണ്. അല്ലേ? 99% ആളുകളും അങ്ങനെയല്ലേ? ഇനി എങ്ങനെ ഞാൻ എന്റെ നാത്തൂന്റെ മുഖത്ത് നോക്കും? അവൻ 3 Aയും 4 Bയും മാറ്റുകൊണ്ട് വന്നിരിക്കുന്നു. ഒരു A+ ഇഞ്ചിക്കറി പോലെ തൊട്ട് നക്കാൻ വേണ്ടി അല്പം. ഇത് ഉമ്മാക്ക് സഹിക്കാൻ പറ്റൂല. കാരണം ഉമ്മാടെ കുടുംബത്തിൽ കല്യാണം കഴിച്ചു വന്ന ബാക്കി സഹോദരങ്ങളുടെ ഭാര്യമാരുടെ അവരുടെ മക്കൾക്കൊക്കെ മുഴുവൻ A+ ആണെങ്കിൽ ഈ മകൻ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഉമ്മ ആത്മഹത്യ ചെയ്യും. കല്യാണത്തിന് ഞാനിനി എങ്ങനെ പോകും? ഉറൂസിന് ഞാനിനി എങ്ങനെ പോകും? മരണ വീട്ടിന് ഞാനിനി എങ്ങനെ പോകും? ആൾക്കാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഉമ്മാക്കാണ് പ്രശ്നം, ഈ മകന് പ്രശ്നമല്ല. മകൻ പറയും, ആ കളയി ഉടക്കുന്ന ബഹളം വയ്ക്കും, നീ കളഞ്ഞിട്ട് പോടുക. ഇങ്ങനെ, അതായത് ഈ മക്കൾ നമ്മൾ പൊതുജനങ്ങളുടെ മുന്നിലാണ്, അവരുടെ അഭിമാനം. അവരോട് ഞാൻ എങ്ങനെ പറയും? അവരെ മുഖത്ത് എങ്ങനെ? അങ്ങനെയാണ് ഇത് പറയുന്ന ഉമ്മാടെ SSLC ബുക്ക് ഒന്ന് മോന് കാണിച്ചു കൊടുക്കണം. അപ്പോഴറിയാം മുഴുവൻ A+ വേണമെന്ന് വാശി പിടിക്കുന്ന ഉമ്മാടെയും വാപ്പാടെയും ഭയങ്കര താളം പെടല. വാപ്പ പറയും, ഞാൻ കത്രിക്കിടന്ന് കഷ്ടപ്പെട്ടു എന്തിനാണോ A+ വാങ്ങിച്ചോട്ടെ. വാപ്പ 3ാം ക്ലാസ്സിൽ 4 മുട്ടപ്പൂജ്യം മുതൽ വാങ്ങിച്ചു തുടങ്ങിയതാ. ഇപ്പൊ ഖത്തറിൽ പോയി കുറച്ച് കള്ള ബിസിനസ് ഒക്കെ പഠിച്ച് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കിയപ്പോ മോന്റെ A+ കിട്ടാത്തതിന് വാപ്പ ചൂടാവും. അങ്ങോട്ട് ധൈര്യമുണ്ടോ വാപ്പാക്കും ഉമ്മാക്കും അവരുടെ സ്കൂളിലെ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് ഒന്ന് മക്കളെ കാണിച്ചു കൊടുക്കാം? ഇപ്പൊ പഠിക്കുന്ന മക്കൾക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും? അതോടുകൂടി കഴിയും. പണ്ടത്തെ മാർക്ക് ലിസ്റ്റ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാനും കാണാൻ പ്രധാനമന്ത്രി പറഞ്ഞാൽ തീർന്നു. അതോടുകൂടി പിന്നെ വാപ്പാടെ ആധാറും കാണാതെ പോകും. അങ്ങനെ ചെയ്താലുണ്ടല്ലോ, ആധാറിൽ നോക്കിയാൽ നമ്മുടെ സ്കൂൾ മാർക്ക് അറിയുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വീട്ടിൽ ആത്മഹത്യ നടക്കൂല. ഒരു A+ ആണെങ്കിൽ ഭയങ്കര ആഘോഷമായിരിക്കും, ആടിനറുത്ത് ആഘോഷിക്കും. അപ്പൊ ഇതെല്ലാം നമ്മൾ എന്താണ്? മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ. ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാ വിഷയത്തിനും മാർക്ക് A+ വേണം നമ്മൾ വാശി പിടിക്കുമ്പോ, ഇവർ സ്കൂളിലേക്ക് ചെല്ലുമ്പോ ഒരു ചെറുപ്പക്കാരൻ ആ സ്കൂളിന്റെ വാതിലിൽ നിൽക്കുന്നുണ്ടാവും, പെരിങ്ങത്തൂരിന്റെയും അല്ലെങ്കിൽ നാദാപുരത്തിന്റെയും പരിസരത്ത്. അവൻ ആ മോനെ വിളിച്ചിട്ട് പറയും, മോനെ, നിനക്ക് എല്ലാ വിഷയത്തിനും A+ വേണോ? നല്ല ബുദ്ധിയുള്ളവനാകണോ? ഞാൻ തരുന്നൊരു സാധനം ചെറുതായിട്ടൊന്ന് അലിച്ചാൽ മതി എന്ന് പറയും. അത് സൂപ്പർ സാധനമാണോ? അത് കള്ളു കുടിച്ചതിന്റെ ദുർഗന്ധം വീട്ടിൽ പോയാൽ അറിയൂല. നിനക്ക് ഒരു കഷ്ടപ്പാടില്ല, നീ വീട്ടിൽ പോയി ഒരു പുസ്തകവും പഠിക്കണ്ട. പരീക്ഷയുടെ അന്ന് രാവിലെ ഈ സാധനം ഒന്ന് ഒരടി അടിച്ചാൽ സൂപ്പറായിട്ട് വിജയിക്കാന്ന് പറയുമ്പോൾ ഉമ്മായെയും വാപ്പാടെയും ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവൻ ആദ്യം ഫ്രീ ആയിട്ടാണ് കൊടുക്കുക. പൈസ ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം സ്കൂളിൽ ഏത് മക്കളാണ് വാങ്ങാത്തത്? ഫ്രീ ആയിട്ട് ഒരാൾ കൊടുക്കുന്ന സാധനം സ്കൂളിൽ ആരാണ് വാങ്ങാത്തത്? ഏത് മക്കളാണ് വാങ്ങാത്തത്? പണ്ടൊക്കെ ആണെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയാം. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളും സ്കൂളിൽ കൊണ്ടുവന്ന ചോറും ഭക്ഷണവും മുട്ടയും കറിയും ഒക്കെ കഴിക്കുമ്പോൾ ഞാൻ എന്റെ പാനിന്റെ പോകലിൽ കിടന്ന 10 പൈസയും 5 പൈസയും കൊണ്ട് സ്കൂളിന്റെ മുറ്റത്ത് ഈ ഉപ്പിലിട്ട നെല്ലക്കയും അതിന്റെ വെള്ളവും കിട്ടും. വല്ലാഹി റബ്ബ് സത്യം, അത് വാങ്ങി കുടിച്ചിട്ടുണ്ട്. ശരിക്ക് ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും കഷ്ടപ്പാട് അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ മക്കൾക്ക് അള്ളാഹു കൊടുത്ത സൗഭാഗ്യത്തെ ആ മക്കൾക്ക് ഓർമ്മ വരും. ഇന്ന് നമ്മുടെ മക്കള് പിറന്നു വീഴുമ്പോ ആ മക്കളുടെ ശരീരം വേദനിക്കാതിരിക്കാൻ വേണ്ടി കിടത്തുന്നത് പോലും പഞ്ഞിപ്പായിലാണ് നമ്മൾ കിടത്തുക. അത്രയ്ക്ക് വളരെ, അതായത് മഞ്ഞുപോലെ എപ്പോഴും അങ്ങനെ തന്നെ ആ കുഞ്ഞിന്റെ മുമ്പിൽ ഇങ്ങനെ ഉമ്മയും വാപ്പയും ഇങ്ങനെ അലിഞ്ഞലിഞ്ഞില്ലാതാവാണ്. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട ഉമ്മയും വാപ്പയും മാർക്ക് ലിസ്റ്റ് ചോദിച്ചിന് ശല്യപ്പെടുത്താതിരിക്കാൻ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, എന്നാൽ തന്നെ ഈ സാധനം കുറച്ചടിക്കാമെന്ന് പറയുന്ന നമ്മുടെ വീട്ടിലെ 10ഉം 12ഉം 13ഉം വയസ്സായ പ്രിയപ്പെട്ട മക്കൾ ആദ്യമായിട്ടവർ ഈ കഞ്ചാവിന്റെ MDMA ലഹരിയുടെ അടിമയായിട്ട് നമ്മുടെ മക്കൾ മാറും. 2ാമത്തെ ദിവസവും ഫ്രീ ആയിട്ട് കൊടുക്കും. 3ാമത്തെ ദിവസം ഈ സമയമാകുമ്പോ ഈ സാധനം കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ സാധാരണ നമ്മളിപ്പോ ചായയെ കുറിച്ച് പറയുമല്ലോ. ചായ ചില ആളുകൾക്ക് കൃത്യമായിട്ട് 4 മണിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ചില ആളുകൾക്ക് രാവിലെ സുബഹി കഴിഞ്ഞൊരു ചായ കുടിച്ചില്ലെങ്കിൽ പിന്നെ അന്ന് 1ഉം 2ഉം 3ഉം 4ഉം ഒക്കെ ബാത്തിലായി പോകും. അപ്പൊ അതിന് ചായ വേണം. അപ്പൊ ഇത് തേയിലയുടെ ഒരു പ്രശ്നമായിട്ടാണ് പറയാ. അത് കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. അത് കിട്ടിയില്ലെങ്കിൽ അന്ന് അവിടെ ആകെ ഹറാബായിരിക്കും. അന്ന് കിട്ടിയില്ലെങ്കിൽ ആകെ അവിടെ ബുദ്ധിമുട്ടായിരിക്കും. ഈ സാധനം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ലഹരി ഉപയോഗിച്ചിട്ട് മൂന്നാമത്തെ ദിവസം ചെല്ലുമ്പോൾ യവൻ പറയും ഇനി വേണമെങ്കിൽ
പൈസ വേണമെന്ന് പറയും. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം സ്റ്റാൻഡേർഡിലും പഠിക്കുന്ന മക്കൾക്ക് ഇനി അത് വേണമെങ്കിൽ പൈസ വേണമെന്ന് പറയുമ്പോൾ മക്കള് വീട്ടിൽ വന്ന് ഉമ്മാനെടുത്ത് പറയും, ഉമ്മ ഒരു 500 രൂപ തന്നമ്മ. 500 രൂപ? നിനക്കെന്തിനാ 500 രൂപ? എന്റെ ചക്കര ഉമ്മച്ചിയല്ലേ, കള്ളി ഉമ്മച്ചിയല്ലേ, ചക്കട മാമ, കുക്കട മാമ. ഇത് പറയുമ്പോ എല്ലാ ഉമ്മയും മോന്റെ ബക്കറ്റി വീണു. ഉമ്മാക്ക് വേറെ ഒന്നും വേണ്ട. അല്ലെങ്കിൽ എന്റെ പൊന്നുമോൻ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ആദ്യം 500 കൊടുക്കും. 2ാമത്തെ ദിവസം ഉമ്മാനോട് പൈസ ചോദിക്കുന്നത് പ്രയാസമാണെന്ന് കരുതി ഉമ്മ പൈസ സൂക്ഷിക്കുന്ന സ്ഥലം, ഈ വീടിന്റെ അകത്ത് ഏത് സ്ഥലത്ത് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചാലും നിങ്ങളുടെ മക്കൾക്കറിയില്ല എന്ന് മാത്രം നിങ്ങൾ പറയരുത്. നിങ്ങളുടെ ഭർത്താവിന് അറിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ മക്കൾക്ക് അറിയാൻ പറ്റും. ആ പൈസ നിങ്ങളുടെ മക്കൾ 2ാമത് ഉമ്മാനോട് ചോദിക്കാതെ എടുക്കും. ചോദിച്ചുകൊണ്ട് 1000, ചോദിക്കാതെ 2000, അങ്ങനെ പതിയെ പതിയെ സാധനം വാങ്ങാൻ കൊടുത്തയക്കുന്നതിൽ ബാക്കി കൊണ്ടുവരുന്നതിൽ 100 കാണാനില്ല, 200 കാണാനില്ല, 50 കാണാനില്ല. പതിയെ പതിയെ ഉമ്മ ഒരു ദിവസം പറയുന്നു, എവിടെ? ഞാൻ എന്റെ മേശപ്പുറത്ത് വെച്ചിരുന്ന എന്റെ മാല കാണാനില്ല, എന്റെ വള കാണാനില്ല, എന്റെ മോതിരം കാണാനില്ല. എല്ലാം പ്രിയപ്പെട്ട 14 വയസ്സുപോലും എത്താത്ത പ്രിയപ്പെട്ട പൊന്നുമോൻ ലഹരി വിൽപ്പനക്ക് MDMA വിതരണക്കാർക്ക് കൊണ്ടുകൊടുത്ത് നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ മരവിച്ച് മസ്ത് പിടിച്ച് ബോധമില്ലാതെ ഒരു ദിവസം വീട്ടിലേക്ക് വന്നു കയറുമ്പോ, റബ്ബേ, ഞാൻ ഈ നിസ്കാരക്കുപ്പായത്തിലിരുന്ന്, ഞാൻ ഈ മുസല്ലയിലിരുന്ന് പൊട്ടിക്കരഞ്ഞത് ആർക്ക് വേണ്ടിയല്ല? എന്റെ മോൻ എന്തു പറ്റിപ്പോയി റബ്ബേ? എടാ, ഒന്ന് കണ്ണു തുറക്ക്, ഒന്ന് ഉമ്മാന്റെ മുഖത്ത് നോക്ക്. മരവിച്ചിരിക്കുന്ന തടിക്കഷണം പോലെ 14, 15, 16 വയസ്സായ മക്കൾ വീട്ടിന്റെ അകത്ത് ഞെട്ടറ്റി വീഴുമ്പോ പെരിങ്ങത്തൂരുള്ള ഉമ്മമാരോട് പറയാ, നിങ്ങളുടെ നാടിന്റെ പരിസരത്ത് നടന്നിട്ടില്ലേ? നിങ്ങളുടെ നാട്ടിൽ നടന്നിട്ടില്ലേ? നിങ്ങളുടെ വീടിന്റെ അയൽവക്കത്ത് നടന്നിട്ടില്ലേ? നിങ്ങളുടെ മക്കൾ ഇതിനകത്താവില്ല എന്ന 100% നിങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നതാണ് ആ MDMA വിതരണക്കാരുടെ ഏറ്റവും വലിയ ശക്തിയും ധൈര്യവും. നിങ്ങൾക്ക് ഉറപ്പില്ലേ നിങ്ങളുടെ മക്കൾ ഇതിലാവൂലെന്ന്? അതാണ് അവരുടെ വിജയം. അതാണ് അവരുടെ വിജയം. നിങ്ങളുടെ മക്കളതിൽ പെട്ടുപോകുമോ അല്ലാന്ന് ആശങ്ക വരണം. അവിടെയാണ് നമ്മൾ വിജയിക്കുക. എന്റെ മോൻ, പെരിങ്ങത്തൂരിലെ ഏതൊക്കെ മക്കൾ അതിൽ വീണാലും എന്റെ മോൻ അതിൽ വീഴൂല എന്നൊരു വാപ്പ പറഞ്ഞിട്ടുണ്ടോ, അവന്റെ കുടുംബത്തിൽ ഒരാളെങ്കിലും ഇതിലേക്ക് വരാൻ പോവാണ്. നമ്മൾ അങ്ങനെ നിർബന്ധ ബുദ്ധിയിൽ നിൽക്കരുത്. എല്ലാം സംശയത്തോടു കൂടി ഈ വിഷയത്തിൽ കാണണം. നമ്മുടെ മക്കളുടെ അവസ്ഥ എങ്ങനെയാണ്? പിഞ്ചു മക്കളല്ലേ, അവർക്ക് എന്തറിയാം? ചെറിയ മക്കളല്ലേ, ആ മക്കളെ നഷ്ടപ്പെട്ട നഷ്ടമല്ലേ? എന്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ മകൻ മുഹമ്മദ് അസ്ലം എന്ന് പറയുന്ന 22 വയസ്സുള്ള മകന് ക്യാൻസർ വന്നു. 1 വർഷം കൊണ്ട് ആ രോഗം അറിഞ്ഞു, ചികിത്സിച്ചു, സർജറി നടത്തി, കീമോ നടത്തി, എന്നിട്ട് റേഡിയേഷൻ ചെയ്തു. അവസാനം ആ പ്രിയപ്പെട്ട മകൻ മരണപ്പെട്ടു. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട മകന്റെ മയ്യത്ത് കൊണ്ടുവച്ച് പ്രസംഗത്തിന് പോകുന്ന വഴിയിൽ നിന്ന് ഞാൻ മടങ്ങി വന്ന് ആ മയ്യത്ത് നമസ്കാരത്തിലും ചടങ്ങിലും ഒക്കെ പങ്കെടുക്കാൻ നിൽക്കുമ്പോ ഒരു മകനെ നഷ്ടപ്പെട്ടു പോയ പിതാവിന്റെ അല്ലെങ്കിൽ ഒരു മാതാവിന്റെ നെഞ്ചിടിപ്പും ഗദ്ഗതവും സങ്കടവും ഞാൻ അനുഭവിച്ചു, അറിഞ്ഞുകൊണ്ടിരുന്ന രംഗമാണ്. നമ്മുടെ മക്കളെ എന്തിനിങ്ങനെ കന്നുകാലികളെ പോലെ, കഴുതകളെ പോലെ നടുറോട്ടിൽ? ഇന്നൊരു കുട്ടിയുടെ വീഡിയോ കണ്ടു. അവൻ ഏകദേശം ഒരു 18-19 വയസ്സുണ്ടാവും. ബ്ലേഡ് കൊണ്ട് തന്റെ ഇടത്തെ കൈയുടെ ഈ ഭാഗം മുതൽ ഇവിടം വരെ ബ്ലേഡ് കൊണ്ട് മുറിച്ചിട്ട് രക്തം ഇങ്ങനെ പൊട്ടി ഒഴുകുമ്പോ നോക്കി നിന്നുകൊണ്ട് ഹിന്ദി പാട്ട് പാടുകയാണ്. കാരണം ബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. താൻ എന്താണ് ചെയ്യുന്നതെന്നറിയില്ല. തന്റെ മുമ്പ് വന്ന് നിൽക്കുന്നത് തന്നെ ജീവനോടെ, ജീവനക്കാലേറെ സ്നേഹിച്ച ഉമ്മയാണെന്ന് മനസ്സിലാക്കാൻ ആ മക്കൾക്ക് കഴിയുന്നില്ല. തന്റെ വാപ്പയാണ്, തന്റെ പെങ്ങളാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ലൈംഗികമായവരെ ഉപയോഗിക്കുന്ന ഉമ്മ പോലും കുളിക്കുന്ന വീഡിയോ മൊബൈലിലൂടെ പകർത്തിയിട്ട് നാട്ടിൽ കൊണ്ടുവന്ന് ലഹരിക്ക് വേണ്ടി കച്ചവടം ചെയ്യുന്ന പ്രിയപ്പെട്ട മക്കളുടെ കാലമാണ്. അതുകൊണ്ട് അലിയിൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ പെരിങ്ങത്തൂരിന്റെ സ്വർഗീയ ആരാമത്തിൽ ഇരുന്നു കൊണ്ട് തീരുമാനിക്കണമല്ലോ, എന്റെ പ്രിയപ്പെട്ട മക്കളെ എനിക്ക് നഷ്ടപ്പെടരുതല്ലോ. പരലോകത്ത് സ്വർഗത്തിന്റെ കവാടത്തിൽ പോയി നിന്നിട്ട് പെരിങ്ങത്തൂരിലെ ഹിഫ്ളിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കള് പറയും, അല്ലാ, എന്റെ ഉമ്മയില്ലാതെ എനിക്ക് സ്വർഗം വേണ്ട റബ്ബേ, എന്റെ വാപ്പയില്ലാതെ എനിക്ക് സ്വർഗം വേണ്ട അല്ലാ എന്ന് പറയുന്ന തരത്തിലേക്ക് പടച്ചവനെ നമ്മുടെ മക്കളെ നീ മാറ്റണയല്ലോ. പെരിങ്ങത്തൂരിന്റെ പരിസരത്ത് എത്രയോ മുതിർന്ന ആളുകളുണ്ട്. അവർ ലഹരി കച്ചവടം ചെയ്ത് പണമുണ്ടാക്കുന്നവരാണ്. തിരിച്ചറിയണേ. പെരിങ്ങത്തൂര് മഹല്ല് പോലെ പരിസരം
പരിസര മഹല്ലുകളും പള്ളികളും ശക്തമായ ആ വിഷയത്തിൽ ഇടപെടണേ. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി പെരിങ്ങത്തൂരിലെ ചെറുപ്പക്കാരാ ഒരുമ്മ പറ്റ മക്കളെ പോലെ കൈകോർത്ത് നിന്നുകൊണ്ട് കാലം ഇതുവരെ ഇസ്ലാമിന്റെ വിളപ്പെടുത്തലുകൾ മുഴുവനും ഇസ്ലാമിന്റെ വിപ്ലവങ്ങൾ മുഴുവനും കരുത്തുറ്റ ചെറുപ്പക്കാരുടെ കരങ്ങളിലൂടെ നടന്നിട്ടുള്ളതാ മക്കളെ. പെരിങ്ങത്തൂരിന്റെ മണ്ണിൽ ഇനി ഒരു ലഹരിക്കടിപ്പെട്ട ചെറുപ്പക്കാരൻ ഉണ്ടാവൂല എന്ന് നിങ്ങൾ തീരുമാനിച്ച് നിങ്ങളുടെ രഹസ്യവിങ് നിങ്ങൾക്ക് പ്രവർത്തിച്ചൂടെ? എത്രയോ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, എത്രയോ സംഗമങ്ങളുണ്ട്, എത്രയോ കൂട്ടായ്മകളുണ്ട്. പെരിങ്ങത്തൂര് അലിയിൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിന്റെ ഉറൂസിന്റെ പ്രചരണത്തിന് വേണ്ടി, അതിന്റെ ഖിദ്മത്തിന് വേണ്ടി എല്ലാം മറന്ന് ഗൾഫിൽ നിന്ന് ആ ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടി പോലും നാട്ടിൽ പുറത്തിറങ്ങിയ കരുത്തുറ്റ ചെറുപ്പക്കാരോട് പറയാ, മക്കളെ ഒരു നൂല് കെട്ടി കോർത്തെടുത്തതുപോലെ പെരിങ്ങത്തൂരിന്റെ പരിസരത്ത് പ്രസവിച്ച് വീഴുന്ന മക്കള് ഒരിക്കലും MDMA-ക്ക് വിട്ടുകൊടുക്കൂല എന്ന ശക്തമായ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതിന് നിങ്ങളുടെ രഹസ്യാന്വേഷണ സ്വഭാവം പുറത്തു വരട്ടെ. അതിന് മാതാപിതാക്കൾക്ക് ഏറ്റവും വലിയ മാതൃകാപരമായ പഠന ക്ലാസുകൾ നടത്തട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എവിടെയാണ് വഴിതെറ്റിപ്പോകുന്നതെന്ന് കണ്ടുപിടിക്കട്ടെ. നമ്മുടെ മക്കൾ എവിടെയാ ചിതറിപ്പോകുന്നതെന്ന് അന്വേഷിച്ചറിയട്ടെ. അതിലൂടെ വലിയ ഒരു വിജയം അൽഹംദുലില്ലാഹ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും.